السلام عليكم ورحمة الله وبركاته. بسم الله الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. باب الجهاد من الإيمان. ജിഹാദ് ഈമാനിൽ പെട്ടതാണ് എന്ന അധ്യായമാണ് ഇനിയുള്ളത്. ജിഹാദ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, രണ്ട് നിലയിലുള്ള ജിഹാദ് ഉണ്ട്. ഒന്ന് ശത്രുക്കളോട്, മറ്റൊന്ന് സ്വന്തത്തോടുള്ള ജിഹാദ്. സ്വന്തത്തോടുള്ള ജിഹാദാണ് എപ്പോഴും നടത്തൽ നിർബന്ധമുള്ള ജിഹാദ്. അവനാൻ രക്ഷപ്പെടണമെങ്കിൽ സ്വന്തത്തോട് ജിഹാദ് നടത്തണം. ഒരു വേള ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ ശത്രു അവൻ തന്നെയാണ്. ഏതെങ്കിലും ആളുകൾ നരകത്ത് പോവാണെങ്കിൽ നരകത്ത് പോകാൻ കാരണം RSSകാരോ BJPക്കാരോ ഒന്നുമില്ല, അവനാൻ തന്നെയാണ്. ഏതെങ്കിലും ആളുകൾ നരകത്ത് പോവാണെങ്കിൽ അവർ പോകുന്നത് അബൂജഹലിന്റെ കാരണം കൊണ്ടാണോ? അല്ല, അവന്റെ കാരണം കൊണ്ടാണ്. അപ്പോ ആ നിലയിൽ ചിന്തിച്ചാൽ ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ ശത്രു അവനാണ്. അപ്പൊ അവനോടുള്ള ജിഹാദ് എപ്പോഴും വേണ്ട. പിന്നൊരു ജിഹാദ് ഉണ്ട്, നിയമങ്ങളും സമയങ്ങളൊക്കെ യോജിച്ചാൽ ശത്രു വിഭാഗത്തോട് പോർക്കളത്തിൽ വെച്ച് നടത്തുന്ന ജിഹാദ്. രണ്ടും ഈമാനിൽപ്പെട്ടതാണ്. ഒന്ന് ഫർളി കിഫായ, അതുകൊണ്ടല്ലോ ഇസ്ലാം കാര്യത്തിൽ ജിഹാദ് വരാത്തത്. ഇസ്ലാം കാര്യം ഫർള് ഐനാണ്, ഓരോ ആളുകളും വ്യക്തിപരമായിട്ട് നിർവഹിക്കേണ്ട കാര്യമാണ്. ഇസ്ലാം കാര്യം 5. അതിൽ ജിഹാദ് ചെയ്യല്ലോ, അതിൽ ഹജ്ജുണ്ടും അതുപോലെ നിസ്കാരമൊക്കെ ഉണ്ട്. ജിഹാദില്ല. ജിഹാദ് ഇപ്പോഴും ആവശ്യമുള്ളതല്ല. ആവശ്യം വരുമ്പോൾ ഫർളി കിഫായാണ്. കുറച്ചാളുകൾ ചെയ്താൽ എല്ലാവരും തൊട്ടും കുറ്റം ഒഴിവാകും. ആരും ചെയ്തിട്ടില്ലെങ്കിൽ എല്ലാവരും കുറ്റക്കാരാകും. മയ്യിത്ത് പോലെ. അത് ഈമാനിൽ പെട്ടതാണ്. ബാബുൻ അൽ ജിഹാദു മിനൽ ഈമാൻ, ഈമാനിൽപ്പെട്ടാണ്. ഇബ്നു ജരീർ റളിയല്ലാഹു തൊട്ട് റിപ്പോർട്ട് ചെയ്യാണ്, സമയത്തു അബാ ഹുറൈറ റളിയല്ലാഹു തആല അനിൻ നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം ഇൻതദവല്ലാഹു ലിമൻ ഖറജ ഫീ സബീലിഹി ലാ യുഖ്രിജുഹു ഇല്ലാ ഈമാനും ബി ഔ തസ്ദീഖും ബിറുസുലി അൻ ഉർജിഅഹു ബിമാ നാല മിൻ അജ്രിൻ ഔ ഗനീമ ഔ ഉദ്ഖിലഹുൽ ജന്ന വലൗലാ നശുക്ക അലാ ഉമ്മത്തി മാ ഖഅത്തു ഖൽഫ സരിയ വലവദിത്തു അന്നി ഉഖ്തലു ഫീ സബീലില്ലാഹ് സുമ്മ ഉഹ്യാ സുമ്മ ഉഖ്തലു സുമ്മ ഉഹ്യാ സുമ്മ ഉഖ്തൽ സദഖ റസൂലുൽ കരീം സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം. ഇതാണ് ഹദീസ്. ഇൻദദബല്ലാഹു ലിമൻ ഖറജ ഫീ സബീലിഹി, അള്ളാഹുവിന്റെ മാർഗത്തിലായി യുദ്ധത്തിന് പുറപ്പെട്ട ഒരാളെ അള്ളാഹു അങ്ങേയറ്റം പ്രശംസിക്കുകയാണ്. ഇൻതദബ, അങ്ങേയറ്റം പ്രശംസിക്കുകയാണ്. ലാ യുഖ്രിജുഹു, അവനെ പുറപ്പെടുവിച്ചിട്ടില്ല. ഇല്ല ഈമാനും ബി, എന്നെ കൊണ്ടുള്ള ദൃഢമായ വിശ്വാസമല്ലാതെ അവനെ യുദ്ധക്കളത്തിലേക്ക് പുറപ്പെടുവിച്ചിട്ടില്ല. അപ്പൊ ആ യുദ്ധത്തിന് വരാൻ കാരണം അള്ളാന്റെ പൊരുത്താണ്, അള്ളാഹിലുള്ള വിശ്വാസം. ഔ തസ്ദീഖും ബിറുസുലി, അല്ലെങ്കിൽ എന്റെ മുർസലീങ്ങളെ കൊണ്ട് വാസ്തവമാക്കലാണ് അവനെ യുദ്ധക്കളത്തിലേക്ക് പുറപ്പെടുവിച്ചത്. അപ്പൊ മുർസലീങ്ങളെ കൊണ്ട് വാസ്തവമാക്കി അള്ളാഹിൽ വിശ്വസിക്കും. മുർസലീങ്ങൾ പറഞ്ഞൊക്കെ വിശ്വസിക്കണമല്ലോ. അപ്പൊ ഈമാൻ ഉൾക്കൊണ്ടുകൊണ്ടാണ് അവൻ യുദ്ധക്കളത്തിൽ ഇറങ്ങിയത് എങ്കിൽ അള്ളാഹ് അവനെ കുറിച്ച് അത്യധികം മതിപ്പോടുകൂടി പ്രശംസിച്ച് പൊക്കി പറയാണ്, അൻ ഉർജിഅഹു ബിമാനാൽ, യുദ്ധത്തിന് വന്ന് അവൻ എത്തിച്ച ഒന്നുമായി തിരിച്ച് അവനെ നമ്മൾ മടക്കും. മിൻ അജിരിൻ, യുദ്ധത്തിന് പങ്കെടുത്ത കൂലിയും കിട്ടും. ആ ഗനീമത്ത് സ്വത്തുണ്ടെങ്കിൽ അതും കിട്ടും. ഔ ഉദ്ഖിലഹുൽ ജന്ന, അല്ലെങ്കിൽ അവനെ നേരെ സ്വർഗത്ത് കൊണ്ടുപോകും. കാരണം ഷഹീദായാല് പിന്നെ നേരെ സ്വർഗത്തിലാണ്. രണ്ടാലൊന്നുണ്ടാവും. ഷഹീദായിട്ടില്ലെങ്കിലും ഗുണം, ഷഹീദായാലും ഗുണം. ഷഹീദായിട്ടില്ലെങ്കിൽ യുദ്ധത്തിന് പങ്കെടുത്ത കൂലിയും കിട്ടും, ഗനീമത്ത് സ്വത്തും കിട്ടും. ഷഹീദായാലും ഉടനെ നേരെ സ്വർഗത്തിൽ പോകാനും കഴിയും. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു കാര്യമാണ്, വലൗലാ അൻ അശുക്ക അലാ ഉമ്മത്തി, എന്റെ ഉമ്മത്തിന് ബുദ്ധിമുട്ടാകും എന്നൊരു പേടി എനിക്കില്ലായിരുന്നുവെങ്കിൽ മാ ഖഅത്തു ഖൽഫ സരിയ, മാ ഖഅത്തു ഖൽഫ സരിയ. യുദ്ധം രണ്ടായിട്ടുണ്ട്, സരിയത്ത് ഗസ്വത്ത്, രണ്ട് യുദ്ധമാണ്. ഗസ്വത്ത് എന്ന് പറഞ്ഞാൽ ഈ കിതാബ് കാണുമ്പോൾ ആണ്ടുകൊണ്ടും അർത്ഥം വെക്കാൻ പ്രയാസപ്പെടുന്ന ആളുകൾക്ക് ഉണ്ട്. രണ്ടും മലയാളത്തിലെ യുദ്ധമാണ്.
പക്ഷെ ഗസ്വത്ത് എന്ന് പറഞ്ഞാൽ അതിന്റെ പ്രത്യേകത, അതിൽ പങ്കെടുത്തിട്ടുണ്ടാവും മുഹമ്മദ് റസൂലുള്ളാഹി. ശരീഅത്ത് എന്ന് പറഞ്ഞാൽ യുദ്ധമാണ്, അതിൽ റസൂലുള്ള നേരിട്ട് പങ്കെടുത്തിട്ടുണ്ടാവില്ല, സൈന്യങ്ങളെ അയച്ചിട്ടുണ്ടാവുള്ളൂ. അത് തമ്മിലുള്ള വ്യത്യാസം. ഇവിടെ ശരീഅത്താണ് ഉപയോഗിച്ചത്. മാ ഖഅത്തു ഖൽഫ സരിയ, എന്റെ ഉമ്മത്തിന്റെ മേൽ ബുദ്ധിമുട്ട് എനിക്ക് പേടിയില്ലായിരുന്നെങ്കിൽ, മാ ഖഅത്തു ഞാൻ ഇരിക്കൂല ഖൽഫ സരിയ, ശരീഅത്ത് പോയതിനു ശേഷം അവര് പിന്നാലെ പോകാതെ ഞാൻ ഇവിടെ നാട്ടിലിരിക്കുന്നില്ല, ഞാനും പോകും. പക്ഷെ ഞാൻ എല്ലാ യുദ്ധത്തിനും ഇങ്ങനെ പോയാല് ഉമ്മത്തിന് ഞാൻ ഇല്ലാത്തൊരു ബുദ്ധിമുട്ട് വരും. അത് വേണ്ടാന്ന് കരുതിയിട്ടാണ് ശരീഅത്ത് എന്നുള്ളൊരു വകുപ്പ് ഉണ്ടായത്. അല്ലെങ്കിൽ എല്ലാ യുദ്ധത്തിനും ഞാൻ പോകുമായിരുന്നു എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മാത്രമല്ല അവിടുന്ന് ഒന്നുകൂടെ പറയാണ്, വലവദിത്തു, നിശ്ചയമായിട്ടും ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോ യുദ്ധവുമായി ബന്ധപ്പെട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കുള്ള ഹൃദയത്തിന്റെ അടുപ്പും ആഗ്രഹമാണ് പറയുന്നത്. ലവദിത്തു, നിശ്ചയം ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അന്നി, നിശ്ചയം ഞാൻ, ഉഖ്തലു ഫീ സബീലില്ലാഹ്, അള്ളാന്റെ മാർഗത്തിലായിട്ട് കൊല ചെയ്യപ്പെടുക, സുമ്മ ഉഹയ്യ, പിന്നെയും ജീവിപ്പിക്കപ്പെടുക, സുമ്മ ഉഖ്തലു, പിന്നെയും കൊല ചെയ്യപ്പെടുക, സുമ്മ ഉഹയ്യ, പിന്നെയും ജീവിപ്പിക്കപ്പെടുക, സുമ്മ ഉഖ്തലു, പിന്നെയും കൊല ചെയ്യപ്പെടുക. എന്റെ ഒരു ആഗ്രഹം അങ്ങനെയാണ്. യുദ്ധത്തിന് പങ്കെടുക്കുക, ഷഹീദാകുക, പിന്നെയും നാട്ടിലേക്ക് വരിക, പിന്നെയും പങ്കെടുക്കുക, പിന്നെയും ഷഹീദ, പിന്നെയും നാട്ടിലേക്ക് വരിക, പിന്നെയും പങ്കെടുക്കുക, പിന്നെയും ഷഹീദ. ഇതാണ് എന്റെ മനസ്സ്. പക്ഷെ എനിക്ക് പറ്റൂലല്ലോ, ഉമ്മത്തുണ്ടായി പോയല്ലോ എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതിൽ നിന്ന് പഠിക്കാനുള്ള പ്രധാനപ്പെട്ട പാഠം, യുദ്ധം അവസരമായാല് വലിയ കൂലിയുള്ള കാര്യമാണ്. ഒന്ന്, അതാണ് അവസാനം ഈ പറഞ്ഞത്. എന്റെയൊക്കെ മനസ്സെന്ന് പറഞ്ഞാൽ യുദ്ധത്തിന് ഇറങ്ങാൻ ഷഹീദാ, പിന്നെയും കയറുക, പിന്നെയും ഇറങ്ങാൻ ഷഹീദാ, ഇങ്ങനെ എത്ര യുദ്ധത്തിന് ഇറങ്ങിയാൽ ഇന്റെ പൂതി ഇരുവില്ല എന്ന് നബിയുനാ റസൂലുള്ളാഹി. ആ സമയമായാൽ യുദ്ധം എന്നത് വലിയ കൂലിയുള്ള കാര്യമാണ്. എന്നാൽ ഏറ്റവും വലിയ യുദ്ധം എന്നത് അവനാനോട് ചെയ്യുന്ന യുദ്ധമാണ്. അവനാൻ ചെയ്യുന്ന യുദ്ധമാണ്. പ്രത്യേകിച്ച് ഇന്ന് മൊബൈലുള്ള കാലം, നല്ല ബദർ എന്നും നടക്കേണ്ട കാലമാണ്. കാരണം പലതും തോണ്ടാൻ തോന്നും, നമുക്ക് തോണ്ടരുത്. ഇപ്പൊ മൊബൈൽ ഉപയോഗിക്കലോട് കൂടിയിട്ട് നല്ല ഈമാൻ ഇല്ലാത്ത ആളുകൾ മുഴുവൻ നരകത്ത് പോകും. കാരണം മിക്കവാറും ഉപയോഗിക്കണ കടുത്ത ഹറാമിനാണ്. മൂല്യന്മാര് വരെ ഗൈബത്തിന് നമീമത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന കാലമാണ്. ഒക്കെ തെറ്റല്ലേ? പിന്നെ ഒറ്റയ്ക്ക് ഇരുന്ന് ആസ്വദിക്കുന്നതും കാണുന്നതും സമയം ചെലവഴിക്കണൊക്കെ എന്താണ് ഇപ്പൊ? ഒന്നുകിൽ പെണ്ണ്, അല്ലെങ്കിൽ സിനിമ, അല്ലെങ്കിൽ വേറെയുള്ള മോശമായ ചിത്രങ്ങള്, അല്ലെങ്കിൽ വെറുതെ ഇങ്ങനെ തൊള്ളർന്നിട്ട് പല്ലും കാണിച്ച് ചിരിച്ചിങ്ങനെ ഇരിക്കാൻ പറ്റുന്ന എന്തെങ്കിലും സംഗതികൾ, ഇതൊക്കെ അല്ലേ ഉള്ളത്. ഇതൊന്നും അല്ലെങ്കിലോ അയാളിപ്പോ എന്താ പറഞ്ഞിട്ടുണ്ടാവുക? ആ ജബ്ബാർ മാഷ് അപ്പൊ യുക്തിവാദികളുടെ പ്രസംഗമായി. എന്നാ ആയത്തോ അതീതൊന്നും ശരിക്കും പഠിച്ചിട്ടുണ്ടാവില്ല. അപ്പൊ എങ്ങനെ ആയാലും ഇത് ഇന്ന് മനുഷ്യനെ നാശത്തിലേക്ക് എത്തിക്കുന്ന, അവിടെ ഏറ്റവും വലിയ യുദ്ധം ഇന്ന് അബൂജാഹിലിപ്പോ മൊബൈൽ തന്നെ. നമ്മൾ അബൂജാഹിലിപ്പോ മൊബൈലാണ്. വളരെ ശ്രദ്ധിച്ചുകൊണ്ട് സൂക്ഷിച്ച് ആ മൊബൈലുമായി നമ്മുടെ കണ്ണും കൽവും നിയന്ത്രിച്ചിട്ടില്ലെങ്കിൽ ഏറ്റവും വലിയ യുദ്ധത്തിൽ പരാജയപ്പെട്ടിട്ട് നരകത്ത് പോകുന്ന ദുസ്ഥിതിയാണുള്ളത്. അല്ലാഹു തആല കാത്തുരക്ഷിക്കട്ടെ. അല്ലാത്ത യുദ്ധം നേരെ ഏതായാലും മരിക്കുന്ന ഉറപ്പല്ലേ? മരിക്കും. ഷഹീദായി മരിച്ച പിന്നെ നേരെ സ്വർഗത്തിലല്ലേ, ഒരു തർക്കമില്ലല്ലോ ആ കാര്യത്തിൽ. നിങ്ങൾ കണ്ടില്ലേ യാസീൻ ഇങ്ങനെ എത്തുമ്പോ അവിടെ ഹബീബുൻ നജ്ജാറിനെ കുറിച്ച് പറഞ്ഞിട്ടില്ലേ? പേര് ഖുർആനിൽ പറഞ്ഞിട്ടില്ല, പക്ഷെ ആള് ഹബീബുൻ നജ്ജാറാണ്. ഈസാ അലൈഹി ഇസ്ലാമിന്റെ പ്രബോധകന്മാർ ഒരു നാട്ടിൽ പോയി നാട്ടുകാരോട് ഇങ്ങനെ വാഴ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ഇയാളെയാണ് കൈ കിട്ടിയത്, ഹബീബുൻ നജ്ജാറിന്. അയാളെ ബിംബം വിറ്റുകൊണ്ട് ജീവിക്കുന്ന ആളായിരുന്നു. പക്ഷെ ഉസ്താദ്മാരെ വാഴ കേട്ടപ്പോ അയാൾക്ക് ഭയങ്കര ആകർഷണമായി. മാത്രമല്ല മൂപ്പര് ചിന്തിച്ചത് ഇവര് പൈസ വാങ്ങണ്ടോന്ന്. പൈസയും വാങ്ങണില്ല. അതും അയാൾ പറയുന്നുണ്ട്, ഇത്തബ്യവും അല്ല അസ്അലുക്കും അജറൻ വഹും മുഹ്തദൂൻ. ഇത്തബ്യോ, നാട്ടുകാരെ നിങ്ങൾ പറഞ്ഞത് കേട്ട് അനുസരിച്ചോളി. മൻ ഒരുത്തരെ ലാ യസ്അലുക്കും അജറൻ. ഈ വാള് പറഞ്ഞതിന് ഓല് കൂലി വാങ്ങണില്ലല്ലോ, കവറ് വാങ്ങണ്ടോ? അപ്പൊ ഒരു കൂലിയും വാങ്ങാതെ ഓല് വാള് പറഞ്ഞുകൊണ്ടിരിക്കാണ്. അപ്പൊ അതൊരു സത്യല്ലേ പറയണത്? അതെങ്കിലും എന്തിച്ചിട്ട് അവരങ്ങൾ അനുസരിക്കുന്നു പറഞ്ഞു ഹബീബുൻ നജ്ജാർ നാട്ടുകാരന്. അതില് നാട്ടുകാരൊക്കെ കൂടി വന്ന മൂല്യന്മാരാണ്ട് വിട്ടിട്ട് ഈ അനുകൂലിച്ച് പറഞ്ഞ ആളാണ് പേറാൻ തുടങ്ങി. അടിച്ചിട്ട് പള്ള കീറിയിട്ട് കൊടല് പുറത്തു കടിയുന്ന. എന്തായിരിക്കും അടിന്റെ ഊക്ക്? ഒരഭിപ്രായത്തെ പറഞ്ഞ് കൊടലൊക്കെ കൂടി പിന്തുവാരത്ത് കൂടി പുറത്തു കൊണ്ട് തൂങ്ങി. അയ്യാതി അടിയെ കിട്ടിയത്. ഈ നാട്ടുകാരൻ കൂടെയാടാ. ഇവരാണ്ട് വിട്ട്, മൂല്യന്മാരാണ്ട് വിട്ട് നാട്ടുകാരാണ്ട് കൈകാര്യം ചെയ്ത് തലക്കടി, മോത്തടി, കവിള് പൊളിഞ്ഞ്, മൂക്കിന്റെ പാലം പൊട്ടി, കണ്ണിന്ന് ചോര, തൊള്ളേന്ന് ചോര, പള്ളേന്ന് കൊടല് പുറത്തടി. അങ്ങനെയാണ് അവര് മരിച്ചത്.
അതിനെക്കുറിച്ച് യാസീൻ പറഞ്ഞൊരു രസം എന്താ അറിയോ? قيل ادخل الجنة അതിനത് പറഞ്ഞത് قيل ادخل الجنة قال يا ليت قومي يعلمون بما غفر لي ربي وجعلني من المكرمين. മരിച്ചു, പള്ള കയറിയിട്ട് കുടല് പുറത്തേടിയിട്ട് മരിച്ചപ്പോ പിന്നെ ഹബീബുൻ നജാറിനോട് ആ മരിക്കണ സമയത്ത് അള്ളാഹ് പറയാണ് ദുഖുൽ ജന്ന, നേരാണ്ട് സ്വർഗത്തിൽ പോയിക്കൊള്ളി, വേറെ തങ്ങൊന്നും വേണ്ട, സ്വർഗത്തിൽ പോയിക്കൊള്ളി. ഇനി മൂപ്പര് സ്വർഗത്തിൽ എത്തിയിട്ട് പ്രസംഗിക്കുകയാണ്. അതാണ് അടുത്ത ആയത്ത്. അതും അള്ളാഹ് ഉദ്ധരിക്കുകയാണ്. സ്വർഗത്തിലെത്തി പുള്ളിക്കാരൻ, എന്നിട്ട് അവിടുന്ന് പ്രസംഗിക്കുന്ന അള്ളാഹു തന്നെ നമുക്ക് പറഞ്ഞു തരികയാണ്. എന്താ പറയണ അറിയോ? قال يا ليت قومي يعلمون بما غفر لي ربي وجعلني من المكرمين. يا ليت قومي يعلمون. എന്നെ അതിശക്തമായി കൊടും പീഡനം കൊണ്ട് മർദ്ദിച്ച എന്റെ നാട്ടുകാര് അറിഞ്ഞിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. ബിമാ ഗഫറ ലി റബ്ബി, എന്റെ റബ്ബ് എനിക്കൊക്കെ പുറത്തു വജഅലനി മിനൽ മുക്രമീൻ. എന്നെ അള്ളാഹു സ്വർഗത്തിൽ അത്യാദരണീയരുടെ കൂട്ടത്തിൽ എല്ലാ ബഹുമാനം തന്നിട്ട് പെടുത്തിയത് ആ തച്ചിന്നെ കൊന്ന ആൾക്കാർ അറിഞ്ഞാ എത്ര നന്നായിരുന്നു എന്ന് അവിടെ പോയിട്ട് പുള്ളിക്കാരെ പ്രസംഗിക്കുക. യാ അല്ലാഹ്, നേരാണ്ട് സ്വർഗത്തിൽ. അതാണ് ഈ പറഞ്ഞത്. ഒന്നുകിൽ അൻ ഉർജിഅഹു ബിമാ നാല മിൻ അജ്രിൻ ഔ ഗനീമ ഔ ഉദ്ഖിലഹുൽ ജന്ന. ഒന്നുകിൽ പങ്കെടുത്ത കൂലി ഗനീമത്ത് സ്വത്തും, അല്ലെങ്കിൽ നേരെ സ്വർഗത്തിൽ. അള്ളാഹു ആ കൂട്ടത്തിൽ പെടുത്തട്ടെ എന്ന് ദ്വാരക്കണം. അങ്ങനെ ദ്വാരക്കില്ല, അല്ല ആയിട്ടില്ലല്ലേ. ഏത് കൂട്ടത്തിൽ നിന്നൊന്നും പറയട്ടെ. എന്തിനാ അതിനോട് യുദ്ധം നമ്മൾ ഇന്ത്യയിൽ ഇല്ലല്ലോ. സ്വർഗം കണ്ട് മനസ്സിലിച്ചിട്ട് തിടുക്കം കൊണ്ട് തൊള്ളയിൽ ആമ്യം പിടിച്ച് നിൽക്കുകയാണ്. സ്വർഗം കിട്ടാൻ തന്നെ ആവശ്യമൊന്നുമില്ല, പക്ഷെ രംഗം വരുമ്പോ ഒക്കെ വേണ്ടി വരും. ഇപ്പൊ മഹദിമാമക്ക് അപ്പൊ ഉണ്ടായിക്കൂടാകുന്നില്ല. ഏതായാലും അള്ളാഹുദാല നമുക്ക് ഹൈറായ ഇസ്സത്തിനൊക്കെ ആയുസ കൂട്ടി തെറ്റ്. ഹൈറായ ഇസ്സത്തിനൊക്കെ അള്ളാഹു നമുക്ക് ആയുസ കൂട്ടി തെറ്റ്. സല്ലല്ലാഹു അലാ മുഹമ്മദ്. നമ്മളെ സിദ്ദീഖ ഹോട്ടലടുത്ത് തന്നെ അറ്റാക്ക് വന്നിട്ട് ഹോസ്പിറ്റലിലാണെന്ന് പറഞ്ഞു. ഇന്നലെ പറഞ്ഞിരുന്നു മൂപ്പര് എന്നോട്, ഞാൻ അതിൻ്റെ ഇടയിൽ മറന്നുപോയതാണ്. എന്നാലും മൂപ്പര് അതിന്റെ പ്രതിഷേധം മൂപ്പർക്കില്ല കേട്ടോ. ചിലരായിരിക്കും ഞാൻ ഓർമ്മപ്പെടുത്തിയിട്ട് ഇത് അറിഞ്ഞില്ല, അതുകൊണ്ട് ഇനി ഞാൻ പള്ളിയേക്കില്ല. പക്ഷെ മൂപ്പർക്ക് അറിയാം ഞാൻ അങ്ങനെ എന്തോ മറന്നാണെന്ന് അറിയാം. അതുകൊണ്ട് അൽഹംദുലില്ലാ ഇന്ന് പലരും ഓർമ്മാക്കി. അള്ളാഹു താല അദ്ദേഹത്തിന്റെ ഹാർട്ട് അള്ളാഹു നന്നായി കൊടുക്കട്ടെ, രോഗം അള്ളാഹു താല മാറ്റി കൊടുക്കട്ടെ. നല്ലൊരു മനുഷ്യനാണ്, ജമാഅത്തിനെ കൂടെ ഉണ്ടാവും. നമ്മളൊക്കെ അവിടെ നിന്ന് വണ്ടി നിർത്തിയ മൂപ്പർക്ക് പെരുന്നാളാ. ഹോട്ടലിന്റെ അവിടെ എന്തെങ്കിലും തിന്നാൻ വേണ്ടി വണ്ടി നിർത്തിയാൽ ഓടികാണ്ട് കണ്ടുവരും. പിന്നെ ഒന്നായിട്ട് ചോദിച്ചു, അതിന്റെ അപ്പുറമൊക്കെ വന്നിട്ട് പിന്നെ ഞാൻ നിർത്തലില്ല, കാരണം പൈസ വാങ്ങില്ല. അതുകൊണ്ട് വല്ല നിർത്തില്ല. ഒരു കച്ചവടക്കാരാകുമ്പോ പൈസ വാങ്ങണ്ടേ. പൈസ വാങ്ങാത്തോടത്തെ കടയിക്കൊന്നും ഞാൻ കയറില്ല. തന്നെ കുട്ടികൾക്കൊക്കെ അറിയാം. പൈസ വാങ്ങൂലെന്ന് തോന്നുകയാണെങ്കിൽ അങ്ങനത്തെ ഹോട്ടലിലും കയറൂല, അങ്ങനത്തെ കടയിലും കയറില്ല. കച്ചവടമാകുമ്പോ പൈസ വാങ്ങണല്ലോ, അതല്ല ഇതിന്റെ കണക്ക്. ഏതായാലും അത്രയും സ്നേഹമുള്ള ആളാണ്. മുത്താലിമീങ്ങളോടൊക്കെ വലിയ അടുപ്പവും സ്നേഹമുള്ളതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന്റെ രോഗം മാറ്റി കൊടുക്കട്ടെ, ശിഫയായി കൊടുക്കട്ടെ. അള്ളാഹു തആല നല്ല ആരോഗ്യത്തോടു കൂടി അദ്ദേഹത്തിന് തിരിച്ചു കൊണ്ടുവരട്ടെ. ബിൻ നബിയിൽ മുസ്തഫ മുഹമ്മദ് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا ربي صل عليه وسلم. الحمد لله رب العالمين حمدا طيبا مباركا فيه جزيلا جميلا دائما بدوام ملك الله. اللهم صل على سيدنا محمد النبي الأمي الطاهر الزكي وعلى آله وصحبه وسلم. റഹ്മാനായ അല്ലാഹുവിനെ കബൂലാക്കണേ അല്ലാഹ്. രാവിലെ തന്നെ ശക്തമായ തണുപ്പില്, എന്തൊരു തണുപ്പാ. അപ്പൊ ഞാൻ നല്ല വാള് കഴിഞ്ഞിട്ട് 2:30-3 മണി വരെ ഉറങ്ങിയിട്ടില്ല. ഇന്നലെ നല്ല തണുപ്പുണ്ടോ? എനിക്ക് തോന്നിയതാ. രാത്രി എന്റെ റൂമിൽ എന്തോ പ്രശ്നം കാണിച്ചു. അല്ല, ഞാൻ അങ്ങനെ വിറക്കാണ് തണുത്തിട്ടെന്നല്ലേ. 3 മണി വരെ ഉറങ്ങിയിട്ടില്ല. 3 മണി എന്ന് പറഞ്ഞാൽ 3 മണി വരെ എന്നെ ഉറങ്ങിയിട്ടില്ല. നോക്കുമ്പോ 2:58 സമയം. അങ്ങനെ ഉറങ്ങണില്ല. തറ തണുപ്പല്ലേ. ഞാൻ ഞാൻ ഉറങ്ങായില്ല. എന്നിട്ട് ആ സമയത്ത് നിങ്ങൾ വരുന്നുണ്ടല്ലോ എന്നൽക്ക് പറഞ്ഞാൽ ഞാൻ ഉറങ്ങാത്ത പറഞ്ഞില്ല. അൽഹംദുലില്ലാഹ്, അള്ളാഹു കബൂലാക്കട്ടെ. മൂപ്പരൊക്കെ സജീവമായിട്ട് നമ്മൾ ക്ലാസ് പങ്കെടുത്തപ്പോൾ ഗൾഫ് പോയി കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി. കാരണം പോണതിന് മുമ്പ് എന്നും ക്ലാസ്സിന് വരുന്ന ആളാണ്. അൽഹംദുലില്ലാഹ്, അള്ളാഹു താല ബർക്കത്ത് ചെയ്യട്ടെ. അള്ളാഹു താല ഈ നടത്തോ ഈ വരവൊക്കെ സ്വർഗത്തിലേക്കുള്ള നടത്താക്കി അള്ളാഹു സ്വീകരിക്കട്ടെ. ചിലപ്പോൾ ഇതായിരിക്കും സ്വർഗത്തിലെത്താൻ കാരണം. അവിടെ നമുക്കൊക്കെ അത് പറഞ്ഞ് രസിക്കാനുള്ള സൗഭാഗ്യം അള്ളാഹു പ്രദാനം ചെയ്യട്ടെ. ആഫത്ത് മുസീബത്തുകളിൽ അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അള്ളാഹു താല
എല്ലാവിധ അപകടങ്ങളിൽ നിന്നും ദുരിതങ്ങളിൽ നിന്നും ദുരന്തങ്ങളിൽ നിന്നും നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ആത്മീയ അപകടങ്ങളിൽ നിന്നല്ലോ നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ശാരീരിക രോഗങ്ങളിൽ നിന്നല്ലോ കാത്തുരക്ഷിക്കട്ടെ. ശത്രുക്കളിൽ നിന്നല്ലോ കാത്തുരക്ഷിക്കട്ടെ. കച്ചവടക്കാരുണ്ട്, അള്ളാഹുത്തല ഹൈറും ബർക്കത്ത് ഏറ്റിക്കൊടുക്കട്ടെ. അള്ളാഹു നമ്മുടെ എല്ലാവരുടെയും ബുദ്ധിമുട്ടും പ്രയാസം കടങ്ങളൊക്കെ ഒഴിവാക്കി തരട്ടെ, തീർത്തേറ്റെ മാറ്റിത്തരട്ടെ. ആഫിയത്തുള്ള ദീർഘായുസ് കൊണ്ട് അനുഗ്രഹിക്കട്ടെ. മക്ക മദീനകളിൽ അള്ളാഹു താമസവിനായി എത്തിക്കട്ടെ. ഹജ്ജുംറകൾക്കും സിയാർത്തിനും തൗഫീഖ് ചെയ്യണേ അള്ളാഹുവെ. ബഹുമാനപ്പെട്ട സിദ്ദീഖ് സാഹിബ് അള്ളാഹു രോഗം മാറ്റി കൊടുക്കണേ അവർക്കും ഞങ്ങൾക്കുള്ള എല്ലാ രോഗങ്ങളും മാറ്റിത്തരണേ അള്ളാഹുവെ. ഞങ്ങളുടെ അവരുടെയൊക്കെ മരിച്ചുപോയ മാതാപിതാക്കൾ അള്ളാഹുവെ ഖബർ സന്തോഷമായി കൊടുക്കണേ പള്ളിയുടെ ചുറ്റുഭാഗത്ത് കിടക്കുന്ന മുഅ്മിനീങ്ങളും ഇതിനകത്ത് പുറത്തു കൊടുക്കണേ അല്ലാഹുമ്മ അൻസുർ ഉമ്മത്ത സയ്യിദിനാ മുഹമ്മദ് വറഹ്മത്ത സയ്യിദിനാ മുഹമ്മദ് തജാവസ് അൻ ഉമ്മത്തി സയ്യിദിനാ മുഹമ്മദ് اجعلنا من خيار أمته ومن محبيه ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين وصلى الله تعالى وسلم. നമ്മളെ മാമുട്ടിയാക്കാന്റെ ഭാര്യ അങ്ങനെ പുരോഗമനത്തിലേക്ക് വരികയാണ്, എന്നാലും പൂർണ്ണമായിട്ടില്ല. അള്ളാഹു തആല എന്നാണ് സംസാരിപ്പിക്കുക എന്നറിയില്ല, സംസാരിക്കും ഇൻഷാ അല്ലാഹ്, എന്നാന്നറിയില്ല. അള്ളാഹു തആല അദ്ദേഹത്തിന് ആ സംസാരം ഒരു സലാം പറഞ്ഞ് മടക്കാൻ അത് പെട്ടെന്ന് കേൾപ്പിച്ചു കൊടുക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.